അപ്പം നിങ്ങളെ ഫോണിലുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ആപ്പ് ഇൻഫർമേഷനിൽ പോയി അവിടെയും പറ്റില്ല. ഡിസേബിളിൻ്റെ ഓപ്ഷൻ പോലും ഇല്ല. ബ്ലോട്ട്വെയർ എന്നാണ് നമ്മളിതിന് കോമൺലി പറയുക. പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തൊരു ആവശ്യമില്ലാത്ത ബ്ലോട്ട്വെയർ. ഇതിനെങ്ങനെ പിടിച്ച് ഒഴിവാക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. ഇതാണ് നമ്മൾ സെറ്റിങ്സ്. ഇതിൽ ചെറിയൊരു പണി ചെയ്തിട്ട് നമുക്ക് പി സിയിലോട്ട് പോകണം. ഓക്കെ, നമ്മൾ എന്നിട്ട് ബിൽഡ് നമ്പറിൽ കുറേ പ്രാവശ്യമായിട്ട് നിൽക്കിയാൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അഡീഷണൽ സെറ്റിങ്സിൽ സെർച്ച് നോക്കിയാൽ മതി, ഡെവലപ്പർ ഓപ്ഷൻ കാണാം. ഓക്കെ, എന്നിട്ട് താഴോട്ട് പോയി USB ഡീബഗ്ഗിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്യുന്ന ശേഷം നമ്മൾ പി സിയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പി സിയിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർച്ച് ബാറിൽ ചെന്നിട്ട് ADB ആപ്പ് കൺട്രോൾ എന്ന് സെർച്ച് ചെയ്യുക. ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ADB ആപ്പ് കൺട്രോൾ എന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ADB ആപ്പ് കൺട്രോൾ 1.8.5 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ ചെന്ന് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിനി ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മൾ കൊടുക്കുക. ഇംഗ്ലീഷ് കൊടുത്ത് ഓക്കെ അടിക്കുക. സാധാ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് അടിക്കുക. ഐ ആക്സെപ്റ്റ് ദ അഗ്രിമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 22 MB വെറും ചെറിയൊരു ആപ്പാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇൻസ്റ്റാൾ പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. ചെറിയൊരു ആപ്പാണ്, 22 MB ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഫിനിഷ് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ലോഞ്ച് ADB ആപ്പ് കൺട്രോൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് കാണാം. അപ്പോൾ നിങ്ങളിവിടെ ഐ ഗോട്ട് ഇറ്റ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ മൊബൈലായിട്ട് നിങ്ങളിവിടെ USB വഴി കണക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളിവിടെ ഡീബഗ്ഗിങ് ഓണിൽ വേണമല്ലോ. അപ്പോൾ നിങ്ങൾ മൊബൈൽ സ്ക്രീനിലുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊരു പാലം ഇൻസ്റ്റാൾ കൊടുത്തേക്കുക. അപ്പോൾ യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു പാലം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ബ്രിഡ്ജ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിങ്ങളുടെ മൊബൈൽ എല്ലാ ആപ്ലിക്കേഷനും കാണാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഒക്കെ കൂടിയും പിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നശിപ്പിക്കരുത്. നോക്കിയിട്ട് അവിടെ ഫൈൻ ബ്ലോട്ട്വെയർസ് നിർത്തിയിട്ട് നിങ്ങൾക്ക് ബേസിക് കൊടുക്കുക, എല്ലാത്തിനൊക്കെ പൈസ വയ്ക്കും. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ബ്ലോട്ട്വെയർ കാണിച്ചു തരും. നിങ്ങൾക്ക് സിസ്റ്റം ആപ്സായി തോന്നുന്നതൊക്കെ ഒഴിവാക്കളയാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആക്സസിബിലിറ്റി സ്യൂട്ട് അത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനത് പോക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ സിം കാർഡ് ആപ്സ് അത് പോക്കണ്ട, ഗൂഗിൾ പോക്കണ്ട, അതൊന്നും പോക്കാൻ പാടില്ല. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ട വല്ല ആപ്സും കാണിച്ചാൽ അതൊന്നും പോക്കണ്ട, അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പോയി കളയാം. എന്നിട്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ ആ ഫയൽസ് പറഞ്ഞ ആപ്ലിക്കേഷൻ നിൽക്കിയിട്ട് അത് അൺഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരേണ്ടത് അൺഇൻസ്റ്റാൾ ആകുന്നതിൻ്റെ പ്രൂഫ്. ഞാൻ യെസ് കൊടുക്കുന്നു, അൺഇൻസ്റ്റാളിങ് കാണിക്കുന്നു. ഞാൻ അവിടെ ഓക്കെ കൊടുക്കുന്നിടത്ത് അത് പോകുന്നു. ആ ഫയൽ അപ്രതീക്ഷിതമായി ഗൈസ്, മാജിക്. നിങ്ങൾക്ക് ഇനി അത് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ബ്ലോട്ട്വെയർ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പം പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.